എല്ലാവർക്കും ഓട്ടോമേഷൻ നിഞ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ജാവ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്യും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ജാവ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ജാവ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയോ എന്ന് നോക്കുന്നത് നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും. അതില്ലെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ ജാവ ഓൾറെഡി അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റിൽ ഈ ഒരു പർട്ടിക്കുലർ കമാൻഡ് എൻ്റർ ചെയ്യാൻ പോവാണ്. കമാൻഡ് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ജാവ ഈസ് നോട്ട് റെക്കഗ്നൈസ് ആസ് എ ഇന്റേണൽ എക്സ്റ്റേണൽ കമാൻഡ് എന്ന് ഒരു മെസ്സേജ് വന്നു. ഇതിൻ്റെ അർത്ഥം ജാവ സിസ്റ്റത്തിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ജാവ ഡൗൺലോഡ് ചെയ്യാം. ജാവ ഡൗൺലോഡ് ചെയ്യാൻ രണ്ട് ലിങ്ക് ഞാൻ ഈ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒറാക്കിൾ സൈറ്റിലെ ഒഫീഷ്യൽ ലിങ്കാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഒറാക്കിളിൻ്റെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ജാവ ഡൗൺലോഡ് ചെയ്യുവാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് വിൻഡോസ് 64 ആണ്. ഞാനിത് ജാവ വെർഷൻ 11 ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ JDK 11 എന്നുള്ള ഒരു പർട്ടിക്കുലർ ലിങ്ക് ഉണ്ട്. വിൻഡോസ് 64 ബിറ്റ് ഇൻസ്റ്റാൾ. ഇപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലൈസൻസ് എഗ്രിമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒറാക്കിളിൻ്റെ ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഓൾറെഡി ഒറാക്കിളിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ അക്കൗണ്ടിൽ നമ്മൾ നമ്മുടെ മെയിൽ അഡ്രസ്സിൽ പോയി അപ്രൂവ് ഒക്കെ ചെയ്ത് പിന്നെ ലോഗിനും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്ത് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് യൂസ് ചെയ്ത് JDK ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഇച്ചിരി ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്തല്ലായിരിക്കും ജാവ ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ഓപ്പൺ JDK ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ഈ ലിങ്കിൽ നിന്ന് ജാവ വെർഷൻ 11 ആയിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ ജാവ വെർഷൻ 11 ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനലിൽ തുടർന്നങ്ങോട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പല ലൈബ്രറീസും ഇപ്പം ജാവ 11 തൊട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം പൊതുവേ എല്ലാവരും ഇപ്പം ജാവ 8 നിന്ന് മാറി ജാവ 11ലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാവ വെർഷൻ 11 ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ജാവ വെർഷൻ 11 ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണും. സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിയുമ്പോൾ ജാവ 11.0.2 എന്നൊരു ബിൽഡ് വെർഷൻ ഉണ്ട്. അതാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യേണ്ട ആ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു സിപ്പ് ഫയൽ ഉണ്ട് 64 ബിറ്റ് എന്നുള്ളത്. ഈ സിപ്പ് ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുവാണ്. അറൗണ്ട് 179 MB ഉണ്ട്. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം ഡൗൺലോഡ് ആയി കഴിഞ്ഞ് ഞാൻ ഒരു പർട്ടിക്കുലർ ഫയലിലേക്ക് എൻ്റെ സിസ്റ്റത്തിലെ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യും. ഞാൻ പ്രോഗ്രാം ഫയൽസിൽ ജാവ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്കായിരിക്കും ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഡൗൺലോഡിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഞാനത് എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് WinRAR ആണ്. എക്സ്ട്രാക്ട് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫോൾഡർ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിക്കകത്ത് പ്രോഗ്രാം ഫയൽസിനകത്ത് ജാവ എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കായിരിക്കും അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എസ് കൊടുക്കുന്നു. എക്സ്ട്രാക്ഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഫോൾഡറിൽ പോകാം. ഇപ്പം ഫോൾഡറിൽ ജാവയുടെ വേർഷൻ ആ ഒരു പർട്ടിക്കുലർ ഫോൾഡർ എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് പാത്ത് നമ്മൾ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ ഒരു സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പാത്ത് ഇവിടം വരെയായിരിക്കും. JDK 11 എന്നുള്ള ഈ ഒരു പാത്ത് വരെയായിരിക്കും. നമുക്ക് സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസ്
എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസ് സെർച്ച് ചെയ്യുക. എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. ഞാൻ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എൻവയോൺമെന്റ് വേരിയബിൾസ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം വേരിയബിൾസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ താഴത്തെ സെക്ഷൻ. അതിൻ്റെ അകത്ത് ഞാൻ ഒരു സിസ്റ്റം വേരിയബിൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ന്യൂ എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. വേരിയബിളിന്റെ നെയിം java_home എന്ന് കൊടുത്ത ശേഷം വേരിയബിളിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ മുമ്പേ കോപ്പി ചെയ്ത ആ പാത്ത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സിസ്റ്റം വേരിയബിളിനകത്ത് തന്നെയുള്ള ഒരു വേരിയബിളാണ് പാത്ത്. അപ്പോൾ ഈ പാത്ത് എന്നുള്ള വേരിയബിളെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പാത്ത് എൻവയോൺമെന്റ് വേരിയബിളും കൂടെ ആഡ് ചെയ്യണം. ന്യൂ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ജാവ JDK ഫോൾഡറിനകത്ത് ബിൻ എന്നൊരു ഫോൾഡർ ഉണ്ട്. ആ പാത്ത് വരെയും കൂടെ കോപ്പി ചെയ്യുക. ബിന്ന് വരെയുള്ള പാത്താണ് കോപ്പി ചെയ്യേണ്ടത്. അതിനുശേഷം ആ പാത്ത് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യുക. അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ബട്ടൺ കൊടുക്കുക. വീണ്ടും ഓക്കെ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും ഓൾറെഡി ഓപ്പൺ ചെയ്ത അതേ കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ ഈ ജാവയുടെ വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ ജാവയുടെ വേർഷൻ കാണിക്കുകയില്ല. കാരണം നമ്മൾ ജാവ കോൺഫിഗർ ചെയ്ത മുമ്പ് തന്നെ ഈ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ട് ഒരു പുതിയ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കുക. വീണ്ടും സെർച്ച് ബാറിൽ CMD സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി. ഇനി നമുക്ക് നേരത്തെ യൂസ് ചെയ്ത കമാൻഡ് യൂസ് ചെയ്യാം. അതിനുശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ JDK വേർഷൻ 11 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ജാവ കോൺഫിഗർ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ജാവ ട്യൂട്ടോറിയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. മാക്സിമം വേഗത്തിൽ ജാവയുടെ ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.